1-ാം അധ്യായം ആരാധ്യൻ യേശുവാരാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. 2-ാം അധ്യായം ആരാധന സ്ഥലമാണ്, ആലയ ശുദ്ധീകരണം, കച്ചവടം നടത്താനും വാടാപോടാ വിളിക്കാനും തോളെ കൈയിടാനും ആഘോഷിക്കാനും ഇവിടെ കിടന്ന് തലകുത്തി മറിയാനും അല്ല. ദൈവത്തിന്റെ ആലയം പ്രാർത്ഥനാ സ്ഥലമാണ്. കൂട്ടുകൂടാനും തമാശ പറയാനും കളിക്കാനും ചിരിക്കാനുമുള്ള ലോകത്തിന്റെ കളിയരങ്ങല്ല ദൈവസഭ. ദൈവസഭ പ്രാർത്ഥനാ സ്ഥലമാണ്. ഒരു വാക്ക് ഞാൻ കയറ്റി പറയുമ്പോൾ എന്നോട് ക്ഷമിക്കണം. ആരുടെയോ പറമ്പിലുണ്ടായ കപ്പയ്ക്ക് വില പറയേണ്ട സ്ഥലമല്ല ദൈവസഭ. ഇത് പ്രാർത്ഥനാ സ്ഥലമാണ്. എത്ര പേരെ കരമുയർത്തി ആമേൻ പറയുന്നുണ്ട്? ഇത് കരയേണ്ട സ്ഥലമാണ്, ഇത് ആരാധിക്കേണ്ട സ്ഥലമാണ്, ഇത് പ്രാർത്ഥനാ സ്ഥലമാണ്. എന്റെ ആലയം. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? അസൂയ, പക, പിണക്കം, ക്രോധം, ജാരശങ്ക, ഭിന്നത, അസൂയ, വെറിക്കൂത്ത്, ഇവയൊന്നും പാടില്ലാത്ത ഒരു സ്ഥലം. സഹോദരനെ നിസാരായെന്ന് വിളിച്ചാൽ അവനെ തീക്കാത്തു കൊണ്ടിടുമെന്ന് പറഞ്ഞ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ഇത് പ്രാർത്ഥനാ സ്ഥലമാണ്. നിങ്ങൾ യേശു കർത്താവിനെ ഒന്ന് നോക്ക്, നിങ്ങൾ കർത്താവിനെ കുറിച്ചൊന്ന് പഠിച്ചു നോക്ക്. യൂദ ഒറ്റിക്കൊടുത്തെന്നറിഞ്ഞു. എന്നെ കേട്ടോണേ, യൂദ ഒറ്റിക്കൊടുത്തെന്നറിഞ്ഞിട്ട് യൂദായെ കെട്ടിപ്പിടിച്ചിട്ട് ചെവിയിലാ ചോദിച്ചത്, കൊച്ചേ നീ എന്നെ ഒറ്റിക്കൊടുക്കുവാണോടാന്ന്. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ബാക്കി 11 പേര് അവനെ അപമാനിക്കാതിരിക്കാൻ അവന്റെ ചെവിയിൽ അവന്റെ പരാജയം പറഞ്ഞ ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. മറ്റൊരാളുടെ കുറ്റം പറയരുത്, ഒരാളുടെ